രസമുള്ളൊരു യാത്രയിലാണ്. ആലപ്പുഴ ജില്ലയിലെ മണ്ണാറശാലയിലേക്കാണ് ആ യാത്ര. അതിപുരാതനമായ നാഗരാജാവിനുള്ള പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് മണ്ണാറശാല. രാവിലെ 5 മണിക്കാണ് യാത്ര ആരംഭിച്ചത്. ഉദിച്ചുയർന്നു വരുന്ന സൂര്യൻ്റെ ആ ചുവപ്പ് രാശി കൊണ്ട് യാത്രയുടെ തുടക്കം തന്നെ സുന്ദരമാക്കി തന്നിരുന്നു. ആ സുന്ദരമായ കാഴ്ച പോലെ തന്നെ ഈ ഒരു ദിനവും സുന്ദരമായി തീർന്നിരുന്നു. കാഴ്ചകൾ കാണാൻ യാത്രയുടെ ആരംഭത്തിൽ തന്നെ അല്ലുക്കുട്ടനും റെഡിയായിരുന്നു. ഈ റെഡ് കളറിൽ ആകാശം കാണുന്ന കണ്ട് ഞാൻ റെഡ് എന്ന് പറയുമ്പോൾ അല്ലുക്കുട്ടനും റെഡ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ഭംഗിയുണ്ട് ഈ കാഴ്ച കാണാനായിട്ട്. പൊതുവെ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. മെയിൻ കാരണം ഇതുപോലെ രാവിലെ എണീച്ച് കുളിച്ച് നേരത്തെ അമ്പലത്തിലൊക്കെ പോയി ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീല് കിട്ടുന്ന കാരണമായിരിക്കും. അങ്ങനെ നീണ്ട 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിത് മണ്ണാറശാല അമ്പലത്തിലെത്തി. മണ്ണാറിയ ശാലയാണ് മണ്ണാറശാല. അങ്ങനെ ഒരു ഐതിഹ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നാഗരാജാവും നാഗയക്ഷിയമ്മയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഉരുളി കമത്തലാണ് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടായിട്ട് പറയുന്നത്. അധികം ആഡംബരങ്ങളൊന്നുമില്ലാതെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ആർക്കിടെക്ചറെല്ലാം കൊടുത്തിട്ടുള്ളത്. കാവിലൂടെ നടന്ന് നിലവറയിലേക്കും മറ്റ് ആരാധനാമൂർത്തികളുടെ അടുത്തേക്കും നമുക്ക് എത്താം. ഈ ഒരു അമ്പലത്തിന് ചുറ്റും നടക്കാനായിട്ട് ഒത്തിരി സ്ഥലമുള്ള കാരണം അല്ലുക്കുട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കിടന്ന് ഓടി നടക്കലായിരുന്നു മെയിൻ പരിപാടി. ഈ കാണുന്ന നിലവറയിൽ മഹാവിഷ്ണുവിൻ്റെ നാഗവും അനന്തനും കുടികൊള്ളുന്നൊരു വിശ്വാസമല്ല നിലവിലുണ്ട് കേട്ടോ. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് മണ്ണാറശാല അമ്മയെ ദർശിക്കാനായിട്ടുള്ള സൗകര്യം കൂടി ചെയ്തു വരുന്നു. മണ്ണാറശാല എന്നൊക്കെ കേൾക്കുമ്പോൾ ഉരുളി കമത്തിൽ എന്നൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കോമഡി പറഞ്ഞ പോലെ അത്ര കോമഡി ഇല്ലാത്തൊരു കാര്യം നടക്കുന്നത് ഈ ഒരു നിലവറയിലാണ് കേട്ടോ. പിന്നെ ജീവിതത്തിൽ ഓരോരുത്തരും കോമഡി ആയി പറയുന്ന കാര്യങ്ങളായിരിക്കും മറ്റു ചിലരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങളായിരിക്കുന്നത്. അതുപോലെ ഒന്നാണല്ലേ ഈ ഉരുളി കമത്തിൽ.
മണ്ണാർശാലയിൽ പോയി തൊഴുതതിന് ശേഷം നമ്മൾ അമ്പലപ്പുഴ കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അമ്പലപ്പുഴ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷേ അങ്ങനെ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ ഒരു തൃപ്രയാർ അമ്പലത്തിൻ്റെ ഒരു ലുക്കൊക്കെ എനിക്ക് തോന്നി കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കൂത്തമ്പലത്തിൽ കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായിട്ട് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത് ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ്. അതുപോലെ തന്നെ അമ്പലപ്പുഴ പാൽപ്പായസത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ട ഭഗവാന്റെ നിവേദ്യം കഴിക്കാൻ വന്ന ആമക്കുട്ടൻ ആ ഉള്ളിൽ പെട്ടുപോയി. കുറേ കിടന്ന് വട്ടം തിരിയുണ്ടായിരുന്നു. ഇനി എങ്ങനെ പുറത്തിറങ്ങും ആലോചിച്ചിട്ടില്ലേ. ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഗണപതിയുടെ വാഹനമായിട്ടുള്ള എലിക്കുട്ടനും കൂടെ കൂടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലിൽ കണ്ടതാണ്. എനിക്കത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ അമ്മ പറഞ്ഞു പണ്ടൊക്കെ ഇങ്ങനത്തെ ഓട്ടിൻ്റെ പാത്രത്തിലായിരുന്നു ചായ കുടിച്ചെന്ന് നോക്കി. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ എടുത്തതാണ്. കണ്ണനെ കണ്ട സന്തോഷത്തിൽ എൻ്റെ കുഞ്ഞിക്കണ്ണൻ എൻ്റെ അടുത്തേക്ക് ഓടിയെത്തി എന്നെ കെട്ടിപ്പിടിച്ചു.